സിമ്പിൾ ലോണ്ടറി. ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒത്തിരി ഉണ്ട്. നമുക്ക് നാട്ടിൽ ആവശ്യം വരുന്നില്ല, പക്ഷേ ഇവിടെ പുറത്ത് ഉണങ്ങുന്നില്ല. ഒത്തിരി ബ്ലാങ്കറ്റ് ഉണ്ട്. ഇതിൻ്റെ ചെറിയ ഇതിനകത്ത് ഉണങ്ങാൻ പറ്റത്തില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇപ്പം 3 രൂപയാണ്. 5 രൂപ ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. 2-3 സൈസ് ഉണ്ട്. ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ നോക്കി ഇവിടെ മറ്റേ കാർഡ് സ്വൈപ്പിംഗ് മെഷീന് വച്ചിട്ടുണ്ട്. 24 ഇവിടെ 24 ഉണ്ട്, 25. പിന്നെ ഇത്ര എമൗണ്ട് കൊടുത്തിട്ടുണ്ടാവും. എത്ര മിനിറ്റ്? ഇപ്പോൾ നമുക്കൊരു $5 25 മിനിറ്റ് കിട്ടും. നമ്മുടെ വലിയ ബ്ലാങ്കറ്റ് ആയതുകൊണ്ട് ഇൻക്രീസ് അടിച്ചു. $5 കൊടുത്തു. മേക്ക് പേയ്മെൻറ്റ് കൊടുത്തു. കാർഡ് കൊടുത്തു. ചെക്ക്. അപ്പോൾ ഇവിടെ ഹൈ കൊടുത്തു, സ്റ്റാർട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇവിടെ കൗണ്ട് ഡൗൺ കാണിക്കും. 25 മിനിറ്റ്. 25 മിനിറ്റ് കഴിയുമ്പോൾ ചെക്ക് ചെയ്യുക. ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുക്കുക. അങ്ങനെ തുണിയൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഞങ്ങൾ ബസ് കാത്തിരിക്കുകയാണ്. അതേ ബസ് വന്നു കഴിഞ്ഞു. ബസ്സേ കയറി ഞങ്ങൾ ബസ്സിന് കയറി പോണ ഭാഗമാണ്. ഞങ്ങൾ മ്യൂസിയത്തിൽ പോകാൻ വേണ്ടി കേട്ടോ. ഞാനും ജെയിംസ് കൂട്ടും കൂടെയാണ് ഇരുന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ പുതിയ ബാത്റൂം, അതായത് ഇലക്ട്രോണിക് സിസ്റ്റം ബാത്റൂമാണ് കാണുന്നത്. ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. ഒരു മാക്സിമം 15 മിനിറ്റ് അതിൻ്റെ അകത്തിരിക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ വീണ്ടും ഡോർ തന്നെ തുറക്കും. അതിനപ്പുറം കാര്യങ്ങൾ സാധിക്കണം. അങ്ങനെ ഞാനിതുവരെ കണ്ടിട്ടില്ല ഇങ്ങനൊരു ബാത്റൂം. അത്യാധുനിക രീതിയിലുള്ളൊരു ബാത്റൂം. നമ്മുടെ ഇന്ത്യയിലോ അങ്ങനെ ഒരു സാധനമൊന്നുമില്ല. എല്ലാം ഫുൾ ഓട്ടോമാറ്റിക്. അത് ഞങ്ങൾ മ്യൂസിയത്തിലേക്ക് പോയി. മ്യൂസിയം ഓഫ് ന്യൂസിലാൻഡ് ടിപ്പപ്പ എന്ന് പറഞ്ഞ മ്യൂസിയത്തിലേക്കാണ് ഞങ്ങൾ പോയത്. ആ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു ഫോട്ടോയൊക്കെ എടുത്ത് അതുകൊണ്ടല്ല ബോർഡ് കണ്ടില്ലേ. നല്ല രസകരമായ ഒരു മ്യൂസിയമാണ്. ഇവിടെ 2 മ്യൂസിയമുണ്ട്. ഒന്ന് ഇതിങ്ങനെ പട്ടാളക്കാരുടെ യുദ്ധങ്ങളും അവരുടെ എന്താ പറയുക ഭയങ്കര അവരുടെ കഥകളൊക്കെ, ന്യൂസിലാൻഡിനെ പിടിച്ചെടുത്ത കഥകളൊക്കെയാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. ഒത്തിരി ഉണ്ട് അതിൻ്റെ അകത്ത്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറുന്ന ഭാഗമാണ്. അത് കുറേ ഉണ്ട്. ഒരു 2-3 മണിക്കൂറിനകത്തേക്ക് കാണാനുണ്ട്. ഇതെല്ലാം വീഡിയോ എടുക്കാൻ പറ്റുന്ന കേസല്ലാത്തതുകൊണ്ട് അത്യാവശ്യം കുറച്ച് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അതൊരു 3 നില 4 കെട്ടിടം കണ്ട. ഞങ്ങൾ ഒരു നിലയിലേ കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ടല്ലേ ടോപ്പ് കിടക്കുന്നുണ്ടോ, ഭയങ്കര ഉയരത്തിൽ കിടക്കുന്നത്. അത് മുഴുവൻ കാണണമെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വേണം. ഞങ്ങൾ കുളിച്ചിട്ടൊന്ന് കണ്ട് അവിടുത്തെ യുദ്ധങ്ങളും അത്ര കഷ്ടപ്പാടുകളെപ്പറ്റി വിവരിക്കുന്നുണ്ട് ശരിക്കും അതിൻ്റെ അകത്ത്. നമ്മൾ ബ്രിട്ടീഷുകാരെ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തന്നെ ഇവിടെയും അതുപോലെ തന്നെ ഉള്ളൊരു പരിപാടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെല്ലാം ഞങ്ങൾ കണ്ടു കേട്ട് അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടല്ലേ പട്ടാളക്കാരുടെ ഓരോന്ന് കാണിക്കുന്നുണ്ട്. ഒരു പടങ്ങളെന്നൊക്കെ നാച്ചുറലായിട്ട് തോന്നുന്ന പടങ്ങളൊക്കെല്ലാം നമുക്ക് തന്നെ അതിശയം തോന്നും. അത്ര ഭയങ്കരമാണ്. എല്ലാ ദിവസവും നല്ല തിരക്കാണ്. സ്റ്റാച്ചു ഒക്കെ ഇഷ്ടംപോലെയുണ്ട്. അതിനുശേഷം ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ പോണൊരു ഭാഗമാണ്. ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോകുന്നൊരു ഭാഗമാണ്. അന്നത്തേക്ക് ജെയിംസ് കുട്ടി ഉറങ്ങിപ്പോയി. ഇതാണ് ഫ്രണ്ട് വ്യൂ കാണുന്നത്. അതിമനോഹരമായൊരു ഫ്രണ്ട് വ്യൂ ആണ്.